ഹലോ ഹായ് എല്ലാവർക്കും ലെഡിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ജൂലൈ മാസത്തിലെ ജൂലൈ 8 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജൂലൈ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും ഡെയിലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല. നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. What is the name of free health insurance scheme of central government? What is the name of free health insurance scheme of central government? അതായത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. The right answer is ആയുഷ്മാൻ ഭാരത്. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ്മാൻ ഭാരത് ആണ്. ആയുഷ്മാൻ ഭാരതിന്റെ പരിരക്ഷ 5 ലക്ഷം രൂപയായിരുന്നു. അതിപ്പോ 10 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് പരിപാടി. ഓക്കെ, അപ്പൊ 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. അനുമതി ലഭിച്ചാൽ ജൂലൈ 23 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പദ്ധതിയിൽ അംഗങ്ങളായ നിർധന കുടുംബങ്ങളിലുള്ളവർക്കാണ് നിലവിൽ പ്രായപരിധി ഇല്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. അതാണ് ഇനി വരുമാന പരിധി നോക്കാതെ 70 മുകളിലുള്ള എല്ലാവർക്കുമായി നൽകാൻ ആലോചിക്കുന്നത്. ഇതിനായി 2 മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? വരുമാനം കുറഞ്ഞവർക്കായി കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ഒന്നാമത്തെ കാര്യം. അത് പ്രാബല്യത്തിൽ വന്നത് 2018 സെപ്റ്റംബറിലായിരുന്നു. ഗവൺമെന്റ് ആശുപത്രികളിലെയും പദ്ധതിയിൽ ചേർത്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളെയും ചികിത്സയ്ക്കുള്ള പരിരക്ഷ എന്നുള്ളതാണ് അടുത്ത ഒരു ഗോളായിട്ട് ആയുഷ്മാൻ ഭാരതിനായിട്ട് കണക്കാക്കപ്പെടുന്നത്. നിലവിലുള്ള രോഗങ്ങൾക്കും പരിരക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ 70 മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചന നൽകിയിരിക്കുന്നത്. BJPയുടെ പ്രകടന പത്രികയിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടക്കാല ബജറ്റിൽ 7200 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ഇറാൻ? ഇറാനിലെ പുതിയ പ്രസിഡന്റ് ആരാണ്? The right answer is Masoud Pezeshkian. Masoud Pezeshkian is the new president of Iran. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മസൂദ് പെസെഷ്കിയാന്റെ വിജയം 2 ഘട്ടങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്തതാണ്. ഫലം പുറത്തു വന്നതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ പെസെഷ്കിയാൻ പറഞ്ഞത് ഈ ജയം ഇറാൻ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്നാണ്. 2013 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിലാകട്ടെ സ്ഥാനാർത്ഥിയാകാനുള്ള അപേക്ഷ തന്നെ തള്ളപ്പെട്ടു. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ പരിഷ്കരണവാദികളിൽ മത്സരാനുമതി കിട്ടിയ ഏകയാളുമാണ് പെസെഷ്കിയാൻ. അപ്പൊ ഇറാന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മത്സര യോഗ്യതയുണ്ട്. ഒരു യോഗ്യത വേണം. എന്താണത്? സർവകലാശാല മാസ്റ്റർ ബിരുദം വേണം. അപ്പൊ PG വേണം. എന്തിന്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇറാനിൽ മത്സരിക്കാൻ. പ്രായം 40 to 75 ആയിരിക്കണം. അതുപോലെ തന്നെ 50% വോട്ടും വേണം. അപ്പൊ ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയതിന്റെ 50% വോട്ട് കിട്ടുന്നയാളാണ് ജയിക്കുക. ആർക്കും 50% വോട്ട് കിട്ടില്ലെങ്കിൽ മുന്നിലെത്തുന്നവർ തമ്മിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ഇത്തവണ ജൂൺ 28 നടന്ന ആദ്യ വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയത്തിന് ആവശ്യമായ 50% വോട്ട് കിട്ടിയില്ല. അപ്പൊ ജൂലൈ 5 വീണ്ടും വോട്ടെടുപ്പ് നടക്കാനുണ്ടായത്. അങ്ങനെയാണ് പെസെഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പെസെഷ്കിയാൻ ഇറാന്റെ 13ാമത്തെ പ്രസിഡന്റ് ആണ്. നമ്മൾ പറഞ്ഞു മത്സര യോഗ്യത എന്ന് പറയുന്നത് സർവകലാശാല മാസ്റ്റർ ബിരുദമാണ്. അതുപോലെ തന്നെ പ്രായം 40-നും 75-നും ഇടയിലായിരിക്കണം. 50% വോട്ടും വേണം. അല്ലെ, കാലാവധി 4 വർഷമാണ്. 4 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. 2021 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇബ്രാഹിം റൌസി ആയിരുന്നു. മെയ് 19 ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇടക്കാല തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഹു ഈസ് സെലക്ടഡ് ആസ് ന്യൂ കോച്ച് ഓഫ് ശ്രീലങ്ക ടീം? അല്ലെ, ശ്രീലങ്കയുടെ പുതിയ കോച്ചായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദി റൈറ്റ് ആൻസർ ഈസ് സനത് ജയസൂര്യ. മുൻ ക്യാപ്റ്റൻ സനത് ജയസൂര്യ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ താൽക്കാലിക പരിശീലകനായിട്ടാണ് ലങ്കൻ ക്രിക്കറ്റ് ബോർഡ് നിയമിച്ചിരിക്കുന്നത്. ജൂലൈ 27 ആരംഭിക്കുന്ന ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിലാകും ജയസൂര്യ ചുമതലയേൽക്കുക. 3 വീതം 2020 ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യയുടെ ലങ്കൻ പര്യടനത്തിനുള്ളത്. തുടർന്ന് നടക്കുന്ന ശ്രീലങ്കയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലും ജയസൂര്യ ആയിരിക്കും ടീമിന്റെ പരിശീലകൻ. 55-കാരനായ ജയസൂര്യ മുൻപ് ദേശീയ ടീമിന്റെ ചീഫ് സെലക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. 2020 ലോകകപ്പിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ ടീമിന്റെ ഹെഡ് കോച്ച് ക്രിസ് സിൽവർവുഡ് രാജിവെച്ചിരുന്നു. ഇതോടെയാണ് ജയസൂര്യ താൽക്കാലിക പരിശീലകനായി ലങ്കൻ ബോർഡ് പ്രഖ്യാപിച്ചത്.
അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വിച്ച് മന്ത് റെക്കോർഡഡ് ദ ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ വേൾഡ് ദിസ് ഇയർ? അതായത് ഈ വർഷം ലോകത്ത് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ഏത് മാസത്തിലാണ്? ഈ വർഷം 2024 അല്ലെ, ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ഏത് മാസത്തിലാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ജൂൺ. ജൂൺ മാസത്തിലാണ് ലോകത്തെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥ ഏജൻസിയായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ C3S കണ്ടെത്തലനുസരിച്ച് ലോകത്തെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ജൂൺ മാസം എന്നാണ് കണക്കെടുപ്പ്. ജൂൺ 16 മുതൽ 24 വരെ ലോകമെമ്പാടും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ 62 കോടിയടക്കം ലോകത്തെ 60% ജനങ്ങളെയും ഇത് ബാധിച്ചിട്ടുമുണ്ട്. ഒരു വർഷമായി ലോകമെമ്പാടും സ്ഥിരമായി താപനില കൂടി നിൽക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂടാണ്. 2015 പാരീസ് ഉച്ചകോടിയിൽ ആഗോള താപന തോത് വ്യവസായ യുഗത്തെ അപേക്ഷിച്ച് ശരാശരി 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടാതെ കാക്കണമെന്നായിരുന്നു ധാരണ. എന്നാൽ 2023 ജൂലൈ 2024 ജൂൺ കാലത്ത് വ്യവസായ യുഗത്തെ അപേക്ഷിച്ച് ശരാശരി 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് എല്ലാ മാസവും അനുഭവപ്പെടുന്നുണ്ട്. ഇത് 1991 2020 ഘട്ടത്തെ ശരാശരിയേക്കാൾ 0.76 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. വ്യവസായ യുഗത്തിന് മുൻപുള്ള ശരാശരി താപനിലയേക്കാൾ 1.64 ഡിഗ്രി സെൽഷ്യസ് കൂടുതലുമാണ്. ഭൂമിയുടെ ഉപരിതല താപനിലയും റെക്കോർഡ് വർധനയാണ് കാണിക്കുന്നത്. വ്യവസായ യുഗത്തെ അപേക്ഷിച്ച് ശരാശരി 1.2 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. 1991 2020 ശരാശരിയേക്കാൾ 0.67 ഡിഗ്രി സെൽഷ്യസും 2023 ജൂണിനേക്കാൾ 0.14 ഡിഗ്രി സെൽഷ്യസുമാണ് ഉപരിതല താപനിലയിലെ വർധനം. സമുദ്രോപരിതലത്തിലെ ചൂടും ഈ ജൂണിൽ റെക്കോർഡായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊടും ചൂടും വൻ പ്രളയവും കനത്ത കാറ്റും ലോകമെങ്ങും ഉണ്ടായി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ 1901 ശേഷമുള്ള ഏറ്റവും കൂടിയ ചൂടാണിതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണ്ടെത്തൽ. 100-ലധികം മരണത്തിനും ഇത് വഴിവെച്ചെന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഹൈഡ്രജൻ ട്രെയിൻ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് വന്ദേ മെട്രോ. ഇന്ത്യയിൽ ഏറ്റവും വേഗമേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ആറാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ പ്രോ ടേം സ്പീക്കർ ഓഫ് ലോക്സഭ റീസെന്റ്ലി? ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ പ്രോ ടേം സ്പീക്കർ ഓഫ് ലോക്സഭ റീസെന്റ്ലി? The right answer is Bhartruhari Mahtab. Bhartruhari Mahtab has been appointed as the pro term speaker of Lok Sabha recently. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. In which city did PM Narendra Modi participate in the event under International Yoga Day 2024? In which city did PM Narendra Modi participate in the event under International Yoga Day 2024? റൈറ്റ് ആൻസർ ഈസ് ശ്രീനഗർ. അപ്പോൾ ഏത് സിറ്റിയിലാണ് PM നരേന്ദ്രമോദി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ശ്രീനഗറിലാണ് അല്ലേ, അണ്ടർ ഇന്റർനാഷണൽ യോഗ ഡേ 2024. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് ബ്രിക്സ് ഗെയിംസ് 2024? ദ റൈറ്റ് ആൻസർ ഈസ് കസൻ, റഷ്യ. റഷ്യയിലെ ഗസൻ എന്നുള്ള സിറ്റിയിലാണ് ബ്രിക്സ് ഗെയിം 2024 ആതിഥേയത്വം വഹിക്കുന്ന സിറ്റി ഏതാണ്? കസൻ, റഷ്യ. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗ്രേറ്റഡ് ദ ന്യൂ നളന്ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നളന്ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉള്ളത്? ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നളന്ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഏത് സ്റ്റേറ്റിലാണ്? The right answer is ബീഹാർ. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ള നളന്ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഏത് സ്റ്റേറ്റിലാണ്? ബീഹാർ എന്നുള്ള സ്റ്റേറ്റിലാണ്. പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ബിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനവും ബീഹാർ തന്നെയാണ്. മധുബാനി ചിത്രരചനയ്ക്ക് പ്രസിദ്ധമായ സംസ്ഥാനം, മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏത് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. അത് നിലവിൽ വന്നത് 1956 നവംബർ 1 ബീഹാറിന്റെ തലസ്ഥാനം ഏതാണ്? പാറ്റ്നയാണ്. സംസ്ഥാന മൃഗം കാളയാണ്. സംസ്ഥാന പക്ഷി അങ്ങാടിക്കുരുവിയാണ്. സംസ്ഥാന പുഷ്പം കച്ച്നാർ എന്നുള്ള പുഷ്പമാണ് അവിടുത്തെ സംസ്ഥാന പുഷ്പം.
സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം അത് ബീഹാർ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും ബീഹാർ തന്നെയാണ്. അപ്പോൾ വനിതകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അല്ല, എന്താണ് കാരണം? സർക്കാർ ജോലികളിൽ 35% സംവരണം വനിതകൾക്ക്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അത് ഏതാണ്? ബീഹാർ ആണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. ഹു ഈസ് സെറ്റ് ടു ബിക്കം നാറ്റോസ് നെക്സ്റ്റ് സെക്രട്ടറി ജനറൽ? ഹു ഈസ് സെറ്റ് ടു ബിക്കം നാറ്റോസ് നെക്സ്റ്റ് സെക്രട്ടറി ജനറൽ? The right answer is Mark Rutte. Mark Rutte is set to become NATO's next Secretary General. ഓക്കെ, അപ്പം നമ്മൾ ജൂലൈ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ജൂലൈ 8 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങൾ അല്ലേ, 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.